നമസ്കാരം. ഡീൽസ് കേരളയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഡീൽസ് കേരള പങ്കുവയ്ക്കുന്നത്. ഇറാൻ നാവികസേനയുടെ കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകിയത് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി കൂടി അറിഞ്ഞെന്ന് റിപ്പോർട്ട്. ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ഇക്കാര്യം വിലയിരുത്തിയിരുന്നു. കപ്പലിലെ നാവികർക്ക് എല്ലാ സൗകര്യവും നൽകിയെന്ന് ഇന്ത്യ ഇറാനെ അറിയിച്ചു. ശ്രീലങ്കയിൽ തീരത്ത് ഇറാൻ കപ്പലിനു നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. 100ഓളം പേരാണ് കപ്പലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇറാനിയൻ സേനയുടെ കപ്പൽ കൊച്ചി തീരത്ത് നങ്കൂരമിട്ടത്. ഇറാനിയൻ പടക്കപ്പലായ IRIS ലാവൺ കൊച്ചി തീരത്ത് സുരക്ഷിതമായി നങ്കൂരമിടുമ്പോൾ മേഖലയാകെ അതീവ ജാഗ്രതയിൽ. അപ്രതീക്ഷിതമായി ഇറാൻ യുദ്ധക്കപ്പൽ തീരമണഞ്ഞതിനെ തുടർന്ന് കൊച്ചി നാവികതാവളത്തിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ അടിയന്തര സാഹചര്യത്തിൽ അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന സർവ്വസന്നാഹങ്ങളുമായി പൂർണ്ണ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. സാങ്കേതിക തകരാറുകളെ തുടർന്നാണ് കപ്പൽ കൊച്ചി തുറമുഖത്ത് അഭയം തേടിയത്. ദിവസങ്ങളായി കൊച്ചിയിൽ തുടരുന്ന കപ്പലിലുണ്ടായിരുന്ന 183 നാവികരെയും തികഞ്ഞ സുരക്ഷയോടെ കൊച്ചിയിലെ നാവികതാവളത്തിലേക്ക് മാറ്റിയതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര നാവിക പ്രദർശനത്തിനെത്തിയ ഈ പടക്കപ്പലിനെക്കുറിച്ച് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുറം ലോകത്തിന് യാതൊരു അറിവുമില്ലാതിരുന്നത് വലിയ പ്രതിരോധ ചർച്ചകൾക്കും കടുത്ത ദുരൂഹതകൾക്കും വഴിവെച്ചിരുന്നു. അമേരിക്കൻ സൈന്യം കപ്പൽ തകർത്തുവെന്നോ അതല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുകയാണെന്നോ ഉള്ള രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ വൻതോതിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് കപ്പൽ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കാവലിലാണെന്ന ആശ്വാസകരമായ വിവരം പുറത്തുവരുന്നത്. യാത്രയ്ക്കിടയിൽ സംഭവിച്ച ഗുരുതരമായ സാങ്കേതിക തകരാറുകൾ കാരണമാണ് കപ്പൽ കൊച്ചി തുറമുഖത്ത് അടുപ്പിക്കേണ്ടി വന്നത്. കഴിഞ്ഞ മാസം അവസാനത്തോടെ മറ്റൊരു ഇറാനിയൻ കപ്പലായ IRIS ബുഷറിനൊപ്പം ലാവണും മുംബൈയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ലാവണിനെക്കുറിച്ച് പെട്ടെന്ന് വിവരങ്ങളില്ലാതായത്. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം കപ്പൽ അടുപ്പിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാൻ ഭരണകൂടം ഇന്ത്യയ്ക്ക് അടിയന്തര അഭ്യർത്ഥന നൽകുകയായിരുന്നു. കപ്പലിന്റെ സാങ്കേതിക തകരാർ പരിഗണിച്ച് കൊച്ചി തീരത്ത് നങ്കൂരമിടാൻ കേന്ദ്ര ഭരണകൂടം അനുമതി നൽകുകയും കപ്പൽ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിടുകയും ചെയ്തു. സമാനമായ രീതിയിൽ ഇറാന്റെ മറ്റു സൈനിക കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇതിനോടകം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുണ്ടായിരുന്ന ഇറാന്റെ സൈനിക വാഹിനിയായ ബുഷർ നിലവിൽ ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇറാന്റെ മറ്റൊരു പ്രധാന കപ്പലായ IRIS സഹന്ദ് അടുത്തിടെ വിശാഖപട്ടണത്ത് നടന്ന അന്താരാഷ്ട്ര നാവിക പ്രദർശനത്തിലും പങ്കെടുത്തിരുന്നു. അതേസമയം കൊച്ചി നാവികതാവളത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അതീവ സുരക്ഷയ്ക്ക് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. സമാനമായ സാഹചര്യത്തിൽ നേരത്തെ ഇറാന്റെ മറ്റൊരു പടക്കപ്പലായ IRIS ദേനയെ ശ്രീലങ്കയ്ക്കടുത്തുവെച്ച് അമേരിക്കൻ സൈന്യം ആക്രമിച്ചിരുന്നു. മാരകശേഷിയുള്ള ആണവ അന്തർവാഹിനി ഉപയോഗിച്ചായിരുന്നു ഈ കടന്നാക്രമണം നടന്നത്. വിശാഖപട്ടണത്ത് വെച്ച് നടന്ന മിലൻ നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങിയവയാണ് ഇറാൻ യുദ്ധക്കപ്പലിനു നേരെ അമേരിക്കൻ ആക്രമണമുണ്ടായത്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഈ യുദ്ധസമാനമായ സംഘർഷാവസ്ഥ ഇപ്പോഴും പുകയുന്നതിനാലാണ് ഇറാനിയൻ കപ്പൽ കൊച്ചിയിലെത്തിയപ്പോൾ ഇന്ത്യൻ നാവികസേന അതീവ ജാഗ്രത പുലർത്തുകയും അറബിക്കടലിലുടനീളം നിരീക്ഷണം കർശനമാക്കുകയും ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ഭീഷണി കാരണമാണ് കൊച്ചിയിൽ കപ്പൽ അടുപ്പിച്ചതെന്നും വിലയിരുത്തലുണ്ട്. IRS ലാവൺ എന്ന കപ്പൽ ഫെബ്രുവരി 28-നാണ് കൊച്ചി തീരത്ത് നങ്കൂരമിട്ടത്. ഇറാനിൽ യുദ്ധം തുടങ്ങിയ ദിവസമാണ് കപ്പൽ ഇന്ത്യൻ തീരത്ത് അടുക്കാൻ സഹായം തേടിയത്. കപ്പൽ കൊച്ചി തീരത്ത് നങ്കൂരമിട്ട വിവരം ഇന്നലെ രാത്രിയോടെയാണ് നാവികസേനാ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. 183 ഇറാനിയൻ നാവികരാണ് കപ്പലിലുള്ളത്. കപ്പൽ എന്ന് തിരികെ പോകും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് സൂചന. കനത്ത സുരക്ഷയിലാണ് കൊച്ചി തീരത്ത് കപ്പൽ തുടരുന്നത്. ഹൈദരാബാദിലെ നാവികാഭ്യാസ പ്രകടനത്തിനു ശേഷം മടങ്ങിയ മറ്റൊരു ഇറാനിയൻ കപ്പലിനു നേരെ US ആക്രമണം നടന്ന സാഹചര്യത്തിൽ കൂടിയാണ് INS ലാവനുള്ള സുരക്ഷ ഇന്ത്യൻ സേന കൂട്ടിയത്. ഇതിനിടെ US-ന് കനത്ത പ്രഹരം. പശ്ചിമേഷ്യയിലെ പ്രമുഖ മിസൈൽ പ്രതിരോധ സംവിധാനം ഇറാൻ തകർത്തു. US-ന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് കനത്ത പ്രഹരം നൽകി ഇറാൻ. ഗൾഫ് മേഖലയിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ആകെ ഏകോപിപ്പിക്കുന്ന നിർണായക റഡാർ സംവിധാനം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നു. $300 ദശലക്ഷം ചെലവ് വരുന്ന റഡാർ സംവിധാനമാണ് തകർത്തത്. ജോർദാനിലെ മുവാഫാഖ് സാൾട്ടി വ്യോമതാവളത്തിലായിരുന്നു ഇതുണ്ടായിരുന്നത്. റഡാർ സംവിധാനത്തിന്റെ തകർച്ച ഗൾഫ് മേഖലയെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ മിസൈലുകളെ നേരിടുന്നതിൽ വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന് US ഉദ്യോഗസ്ഥർ പറയുന്നു. ഇസ്രയേലും US-ഉം ചേർന്ന് തുടക്കമിട്ട യുദ്ധം രൂക്ഷമായി തുടരവെ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നത് 9,000-ഓളം ഇന്ത്യക്കാരാണ്. ഇവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. ഇറാനിലുള്ള ഇന്ത്യക്കാരിൽ ഏറെയും വിദ്യാർത്ഥികളാണ്. ജമ്മു കശ്മീർ UP സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്.
തെഹ്റാൻ, ക്യോം എന്നീ നഗരങ്ങളിലാണ് ഇന്ത്യക്കാർ കൂടുതലുള്ളത്. ഇതിൽ തെഹ്റാനിൽ യുഎസും ഇസ്രയേലും ചേർന്ന് കടുത്ത ആക്രമണം തുടരുകയാണ്. ഇവിടെ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് ക്യോം. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധത്തെ തുടർന്ന് ഇറാന്റെ വ്യോമപാത അടഞ്ഞുകിടക്കുകയാണ്. അതിനാൽ പതിവ് യാത്രാ വിമാനങ്ങളിൽ രാജ്യത്തിന് പുറത്ത് കടക്കാനാവില്ല. അയൽ രാജ്യങ്ങളായ അർമീനിയ, തുർക്ക്മെനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് അതിർത്തി കടന്നതിനുശേഷം ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനുള്ള സാധ്യതയാണുള്ളതെന്ന് ഉന്നത വൃത്തങ്ങൾ പറഞ്ഞതായി ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ഫെബ്രുവരി അവസാനത്തോടെ തന്നെ പൗരന്മാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകൾ ഉപയോഗിച്ച് എത്രയും വേഗം രാജ്യം വിടണമെന്നായിരുന്നു നിർദ്ദേശം. ഇറാനിലേക്കുള്ള എല്ലാ യാത്രകളും ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ ഒഴിവാക്കാനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. യുദ്ധ സാഹചര്യം കൂടുതൽ രൂക്ഷമായി തുടരുകയാണ്. വരും ദിവസങ്ങളിലും ആക്രമണം കടുക്കുമെന്നും സമ്പൂർണ്ണമായി കീഴടങ്ങുക മാത്രമാണ് ഇറാനു മുന്നിലുള്ള മാർഗം എന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ യുഎസിനും ഇസ്രയേലിനും മുന്നിൽ കീഴടങ്ങില്ല എന്നും തിരിച്ചടി തുടരുമെന്നുമാണ് ഇറാന്റെ നിലപാട്. പശ്ചിമേഷ്യയിലെ വിവിധ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.